റഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട സഹോദരിമാരെ, ഒരുപാട് പേർ ചോദിച്ച ഒരു പ്രശ്നത്തിനുള്ള ഖുർആനിക മരുന്നാണ് പറയുന്നത്. വെൽക്കം ഓൾ ടു മൈ ചാനൽ പ്രോബ്ലംസ് ആൻഡ് സൊല്യൂഷൻ. ഒട്ടുമിക്ക ആളുകളെയും, പ്രത്യേകിച്ച് സ്ത്രീകളെ, വളരെയധികം മാനസിക വിഷമമുണ്ടാക്കുന്ന ഒന്നാണ് മുഖത്തും മറ്റു ശരീരഭാഗങ്ങളിൽ ഉണ്ടാകുന്ന കലകൾ, കറുത്ത പാടുകൾ, കണ്ണിന് ചുറ്റുമുണ്ടാകുന്ന കറുപ്പ് കലർന്ന അടയാളങ്ങൾ, ചൊറിയുടെയും ചിരങ്ങളുടെയും പാടുകൾ. അത്തരം കലകൾ മാറിക്കിട്ടാനുള്ള ഖുർആനിക വീട്ടുമരുന്നാണ് പറയുന്നത്. ആദ്യമായി മനസ്സിലാക്കുക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഏറ്റവും ഉത്തമമായ മരുന്ന് ഖുർആൻ ഷരീഫാകുന്നു. ഖുർആൻ ശിഫയാണ്, രോഗങ്ങൾക്ക് ശമനമാണ്. ഖുർആൻ കൊണ്ടുള്ള മരുന്നുകൾക്ക് തീർച്ചയായും ശിഫ കിട്ടുന്നതാണ് ഇൻഷാ അല്ലാഹ്. മരുന്ന് പറയാം. ഒരു കുപ്പി ബദാം ഓയിൽ വാങ്ങുക, അഥവാ ആൽമണ്ട് ഓയിൽ വാങ്ങുക. വാങ്ങുമ്പോൾ നല്ലത് നോക്കി വാങ്ങാൻ ശ്രദ്ധിക്കുക. സൗന്ദര്യ സംരക്ഷണത്തിന്റെ കാര്യത്തിൽ കണ്ണും പൂട്ടി വിശ്വസിച്ച് ഉപയോഗിക്കാവുന്ന ഒന്നാണ് ബദാം ഓയിൽ. യാതൊരു വിധത്തിലും ബദാം ഓയിൽ ചർമ്മത്തിന് പ്രശ്നം ഉണ്ടാക്കില്ല. ചർമ്മത്തിന്റെ ഏതു തരത്തിലുള്ള പ്രശ്നങ്ങൾക്കും പരിഹാരം കാണാൻ ബദാം ഓയിലിന് പ്രത്യേകം കഴിവുണ്ട്. മന്ത്രിക്കേണ്ട രൂപം പറയാം. മന്ത്രിക്കാൻ സൗകര്യത്തിന് വേണ്ടി ബദാം ഓയിൽ മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റുക. ശേഷം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം 7 തവണ ഓതി അതിലേക്ക് മന്ത്രിക്കുക. ശേഷം നിങ്ങൾക്കറിയുന്ന മുത്തുനിബിതങ്ങളുടെ മേലുള്ള സ്വലാത്ത് 3 തവണ ചൊല്ലി മന്ത്രിക്കുക. ശേഷം പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ബഖറയിലെ 71-ാം ആയത്തിലെ ഈ ഭാഗം മാത്രം, അഥവാ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം മുസല്ലമത്തുൽ ലാ ശിയത ഫീഹാ, മുസല്ലമത്തുൽ ലാ ശിയത ഫീഹാ, മുസല്ലമത്തുൽ ലാ ശിയത ഫീഹാ എന്നിങ്ങനെ 111 തവണ മന്ത്രിക്കുക. 111 തവണ മന്ത്രിച്ചു ഇഷ്ഫി എന്ന് പറഞ്ഞുകൊണ്ട് ആ ബദാം ഓയിലിലേക്ക് ഊതുക. അവസാനം 3 സ്വലാത്ത് നിബിതങ്ങളുടെ മേൽ ചൊല്ലി മന്ത്രിച്ചുകൊണ്ട് അവസാനിപ്പിക്കുക. മന്ത്രിക്കുന്നത് ഒരിക്കൽ ഒറ്റത്തവണ മാത്രം മതിയാകുന്നതാണ്. എല്ലാ ദിവസവും മന്ത്രിക്കേണ്ട ആവശ്യം ഇല്ല. പ്രിയമുള്ളവരെ, ഈ ഖുർആനിക ആയത്ത് ഓതി മന്ത്രിച്ചു വെച്ച ബദാം ഓയിൽ കറുത്ത പാടുകൾ ഉള്ള സ്ഥലങ്ങളിൽ പുരട്ടുക. 5 മിനിറ്റ് മസാജ് ചെയ്ത് കൊടുക്കുകയും ചെയ്യുക. അതുപോലെ പ്രിയമുള്ളവരെ, കഴിയുമെങ്കിൽ ഉറങ്ങുന്ന സമയം മന്ത്രിച്ചു വെച്ച 1 ടീസ്പൂൺ ബദാം ഓയിലും അല്പം ചെറുനാരങ്ങ നീരും കൂട്ടിക്കലർത്തി കലകൾ ഉള്ള സ്ഥലത്ത് പുരട്ടി രാവിലെ കഴുകിക്കളയുക. നല്ല ഒരു മരുന്നാണ്. അതുപോലെ മന്ത്രിച്ചു വെച്ച 1 ടീസ്പൂൺ ബദാം ഓയിലും അല്പം ശുദ്ധമായ മഞ്ഞൾപ്പൊടിയും ചേർത്ത് പാടുകൾ ഉള്ള സ്ഥലത്ത് പുരട്ടിക്കൊടുക്കുക. മുഖത്തെ പാടുകൾ ഇല്ലാതാക്കാൻ നല്ലൊരു മരുന്നാണ് മഞ്ഞൾ. കാരണം ഉമ്മു സലമ ബീവിയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്, ബീവി പറഞ്ഞു, ഞങ്ങൾ ഓരോരുത്തരും മുഖത്തെ പാടുകൾ ഇല്ലാതാക്കാൻ മഞ്ഞൾ പുരട്ടാറുണ്ടായിരുന്നു. പ്രിയമുള്ളവരെ, പരിശുദ്ധ ഖുർആൻ ഉപയോഗിച്ചുകൊണ്ടുള്ള ആത്മീയ മരുന്നാണ് പറഞ്ഞത്. മുഖത്തെ പാടുകൾ, കലകൾ മാറ്റാനുള്ള ഒരു നല്ലൊരു മരുന്നാണ് പറഞ്ഞത്. എല്ലാവരും ചെയ്തു നോക്കുക. അസ്സലാമു അലൈക്കും.